അച്ഛനെ കൊന്ന ആന അത് ഇനിയും വരുമോ എന്ന ഭയം ആ കുഞ്ഞിന്റെ ഉള്ളിലുമുണ്ട്. അത് ആ കുട്ടിയുടെ മാത്രമല്ല, അവിടെയുള്ള ആളുകളുടെ എല്ലാം ഭയമാണ്. പടമല ഭാഗത്ത് ഇന്നലെ കടുവയും ഇറങ്ങിയിരുന്നു. അപ്പോൾ നിരന്തരമായ വന്യജീവികളുടെ ആക്രമണത്തിൽ വലഞ്ഞിരിക്കുകയാണ് ആ നാടും നാട്ടുകാരും. അതൊരു വലിയ വിഷയമായി തന്നെ ഉയരുന്നു. MS അനീഷ് കുമാർ വീണ്ടും വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഈ ദൗത്യം വിജയിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കും, വലിയ പ്രതിഷേധത്തിന് അത് വഴിവെക്കും. ഇന്നലെ പന്തംകൊളുത്തി പ്രകടനം, ഇന്ന് ആ മകൾ പറയുന്നു തിരുവനന്തപുരത്തേക്ക് സമരത്തിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആളുകൾ അങ്ങേയറ്റം ക്ഷമ നശിച്ചിരിക്കുന്നു, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു, വന്യമൃഗങ്ങളുടെ നിരന്തരമായ ശല്യം. അപ്പോൾ ഈ ദൗത്യം ഇപ്പോൾ 5ാം ദിവസവും നീളുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഒരു പക്ഷേ ഉൾവനത്തിലോട്ടൊക്കെ പോയാൽ വെടിവെക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, ആനയെ അങ്ങനെയൊക്കെ വന്നാൽ എന്താകും അവസ്ഥ? ജനങ്ങളെ അനുനയിപ്പിക്കാൻ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളുണ്ടോ? അധികൃതർ ഇടപെടുന്നുണ്ടോ? അവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? രേണുക, അങ്ങേയറ്റം സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് വയനാട്ടിലെ കാര്യം നീങ്ങുന്നത്. കാരണം ഒരു വശത്ത് ആന, കൊലയാളിയായ ആന ഒരാളെയും കൊന്ന ശേഷം കാട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ചയോടെത്തുമ്പോഴും ആനയെ പിടിക്കാൻ കഴിയാത്ത ഔദ്യോഗിക സംവിധാനങ്ങൾ, മറുവശത്ത് ആളുകളുടെ ജീവന ഭീഷണിയായി വീണ്ടും കടുവ പോലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു. ഈ കാട്ടിലേക്ക് പോയ കൊലയാളി ആന ഇനി നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഒപ്പം ഈ കടുവ, ഇന്നലെ ഇവിടെ എത്തിയ കടുവ ഏത് ദിശയിലേക്ക് പോയി, അല്ലെങ്കിൽ കാട്ടിലേക്ക് മറിഞ്ഞോ അതോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പതുങ്ങിക്കിടക്കുകയാണോ എന്ന ഒരു അനിശ്ചിതാവസ്ഥ മറുവശത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു സമയത്തും രാവിലെയും വൈകുന്നേരവും ഒക്കെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഈ ജനവാസ കേന്ദ്രങ്ങളൊക്കെ വിജനമായി കിടക്കുന്ന ഒരു സാഹചര്യം. ഈ ടൂറിസം മേഖല പാടെ സ്തംഭിച്ചു കിടക്കുകയാണ്. കുറുവാ ദ്വീപിലേക്കൊക്കെ പ്രവേശനം നിരോധിച്ചിട്ട് ദിവസങ്ങൾ കഴിയുന്നു. ആളുകളുടെ ജീവനോപാധികൾ ഒന്നും മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ട്. ഈ കന്നുകാലികളെ മേയിച്ച് ജീവിക്കുന്നവർക്ക് പുല്ല് ശേഖരിക്കാൻ കഴിയാത്ത അവസ്ഥ, വിറക് വെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, ഈ കൃഷിയിടങ്ങളിൽ കാപ്പിക്കുരുവും മുളകുമൊന്നും പറിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെ അവരുടെ ജീവിത മാർഗത്തെ തന്നെ കാര്യമായി ഈ ശല്യം ബാധിക്കുന്നു. സ്വസ്ഥമായി പറമ്പിലേക്ക് ഒരു സമയത്തും ഇറങ്ങാൻ കഴിയാത്ത, ഏത് വശത്തു നിന്ന് ആന വരിക അല്ലെങ്കിൽ ഏത് വശത്തു നിന്നാണ് കടുവ വരിക എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതിഷേധമാണ് ഇന്നലെ പന്തംകൊളുത്തിയൊക്കെ നമ്മൾ പടമലയിൽ കണ്ടത്. ഒരുപക്ഷെ അതൊക്കെ ഒരു തുടക്കം മാത്രമെന്നാണ് അവർ പറയുന്നത്. ഈ മാനന്തവാടിയിൽ നേരത്തെ കണ്ടപോലെ മണിക്കൂറുകളോളം സ്തംഭിപ്പിച്ച്, ഔദ്യോഗിക സംവിധാനങ്ങൾ സ്തംഭിപ്പിച്ചുള്ള സമരങ്ങൾക്കും നാട്ടുകാർ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നാളെയാണ് ഈ അജീഷ് മരിച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നത്. മതപരമായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കൂടുതൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാനന്തവാടിയിൽ നിന്നും തിരുവനന്തപുരത്തെ സെക്രട്ടറിയേക്ക്, ഈ ഡൽഹി വളഞ്ഞ് ഡൽഹിയിലേക്ക് കർഷകർ മാർച്ച് നടത്തുന്ന പോലെ തിരുവനന്തപുരത്തേക്കും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് നടത്തുമെന്ന മുന്നറിയിപ്പാണ് കർഷക സംഘടനകൾ ഒന്നടങ്കം നൽകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താൽക്കാലികമായി ആനയെ പിടിക്കുക, ഒപ്പം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആളുകളുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി കൈക്കൊള്ളുക എന്നീ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് തന്നെയാവും ഈ വയനാട്ടിലെ കർഷകർ നേതൃത്വം നൽകുക. രേണുക, ശരി. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വയനാട്ടിലെ സാഹചര്യം സർക്കാരും അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ആക്രമണം തുടർച്ചയായി ഉണ്ടാവുന്നതിൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നു. ഇന്ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. യോഗത്തിൽ വനമന്ത്രി AK ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.